we have seen that the directional derivative at a particular point, that is duf, can be calculated as a dot product of two vectors. So the first vector was the partial derivative values at that particular point, fy, fx, fy. If there are three variables, it should be fz dot product. These are evaluated at x naught, y naught, z naught. Dot product with the vector, unit vector that we are taking. So this is u1, u2, u3. Okay. So this particular vector is of help to us in finding the directional derivative at a particular point. This vector, which is formed by the partial derivatives at the particular point as its components, is called the gradient of the function f. അതായത് ഒരു എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ് എന്നൊരു ഫംഗ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് ഫിക്സ് ചെയ്യുക. ആ പോയിന്റിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുക. എഫ് എക്സ് വാല്യൂ, എഫ് വൈ വാല്യൂ, എഫ് സെഡ് വാല്യൂ. ഇതൊരു വെക്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ or fx times I plus fy times j plus fz times k, that vector is called the gradient of the function f at the fixed point. ആ പോയിന്റിലുള്ള ഗ്രേഡിയന്റ് എന്ന് പറയും. ഗ്രേഡിയന്റ് സാറിന് നമ്മൾ ഡിനോട്ട് ചെയ്യാറ് del f എന്നാണ്. Okay, so del f is a very simple concept. It is just the name given to the collection of all partial derivatives. പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ഫോം ചെയ്ത് കിട്ടുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരാണ്. ഇപ്പോൾ 2 വേരിയബിൾ കേസാണ് ഇങ്ങനെ വിളിക്കും, ഇങ്ങനെ എഴുതും. 3 വേരിയബിൾ കേസാണ് ഇങ്ങനെ ചെയ്യും. ഓക്കെ, സോ ഡി യു എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എക്സ്, എഫ് വൈ, എഫ് സെഡ് എന്ന് ഇങ്ങനെ ഒരു വെക്ടർ ആയിട്ട് എഴുതുന്നതിന് പകരം യു ക്യാൻ കോൾ ഇറ്റ് എസ് del f. del f ഡോട്ട് യു ബാർ എടുത്താൽ എന്ത് കിട്ടും? യു ഇസ് എ യൂണിറ്റ് വെക്ടർ. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ വി ആർ ടേക്കിംഗ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഇതേ വെക്ടറാണ് ഈ യു ആയിട്ട് വരുന്നത്. അപ്പോൾ del f ഡോട്ട് യു എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് അറ്റ് ദി ഫിക്സഡ് പോയിന്റ്. So just it says this, that is duf can be written as fx dot fx comma fy dot u1 comma u2 എന്നുള്ളതിനെ നമുക്ക് ഇതിനെ del f എന്ന് വിളിക്കാം. ഡോട്ട് this is the vector u, the unit vector u in which direction we are taking the directional derivative. Okay, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നത്തിങ് മോർ, ബട്ട് ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ വെക്ടർ. അതൊരു സർഫസ്, ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വെക്ടറാണ് ഈ del f എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, നൗ ജസ്റ്റ് ലെറ്റ് us see the geometry of directional derivative. നമുക്കറിയാം geometry of partial derivative നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് എക്സ് എന്ന് പറയുന്നത് gives you the slope, അല്ലെ? ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുക്കുക. ഒരു 2 വേരിയബിൾ ഫംഗ്ഷനാണ് നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം 3 വേരിയബിൾ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ 4 ഡയമെൻഷനിലായി പോകും. സോ നമ്മൾ 3 ഡയമെൻഷനിൽ കിട്ടാൻ വേണ്ടിയിട്ട് we'll take a 2 variable function f of xy. So it will be having a curve, ഒരു surface കിട്ടും അല്ലേ? അതിന്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ you get a surface. Okay, so it is like this. So we have a domain here, ഒരു ഡൊമൈൻ ഉണ്ടാവും. ആ ഡൊമൈനിൽ ഓരോ പോയിന്റിന്റെ ഇമേജ് ഡൊമൈൻ എക്സ് വൈ പ്ലെയിനിലുണ്ടാവുക, ബിക്കോസ് അവർ ഫംഗ്ഷൻ ഇസ് എ 2 വേരിയബിൾ ഫംഗ്ഷൻ. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം r2 or a subset of r2 to r ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ the domain is this and its images are plotted above. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അപ്പോൾ ഒരു പോയിന്റ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് നേരെ മേലെയാണ് പ്ലോട്ട് ചെയ്യുക. സോ ദിസ് പോയിന്റ് ഇസ് ഗോയിങ് ടു ബി എഫ് അറ്റ് എക്സ് നോട്ട് കോമ വൈ നോട്ട്. സോ ഇഫ് ഐ ടേക്ക് ദിസ് പോയിന്റ് ആസ് എക്സ് നോട്ട് കോമ വൈ നോട്ട്. ഓക്കെ, അപ്പോൾ ഒരു സർഫസ് കിട്ടുമല്ലോ. അപ്പോൾ ആ സർഫസിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് എക്സ് വാല്യൂ, ദ പാർഷ്യൽ ഡെറിവേറ്റീവ് വാല്യൂ is always giving you, the partial derivatives are giving you the slope of the surface in the x direction. x ഡയറക്ഷനിൽ ഉള്ള സ്ലോപ്പ് ആണ് തരുന്നത്. സർഫസിന് ഇപ്പോൾ ഇവിടെ ഈ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് എക്സ് ഡയറക്ഷൻ അല്ലേ? അപ്പോൾ ഈ സർഫസിന് ഈ എക്സ് ഡയറക്ഷന് പാരലായിട്ട് നമ്മളൊരു ടാൻജന്റ് വരച്ചാൽ, ഈ ടാൻജന്റ് വരച്ചാൽ ദിസ് ടാൻജന്റ് വിൽ ബി മേക്കിംഗ് an angle with the x axis. ആ ആംഗിളിൽ തീറ്റ ആണെങ്കിൽ ആ ടാൻ തീറ്റയുടെ വാല്യൂ ആണ് എന്തായിട്ട് കിട്ടുക? ദിസ് ഇസ് ഗിവിംഗ് യു എഫ് എക്സ് വാല്യൂ, എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് കോമ വൈ നോട്ട്. ഏത് ഈ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ആണെങ്കിൽ. ഓക്കെ, അതേപോലെ എഫ് വൈ എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് യു ദ എഫ് വൈ ആണെങ്കിൽ ഇറ്റ് ഗിവ്സ് യു ദി സ്ലോപ്പ് അലോങ് ദി വൈ ഡയറക്ഷൻ. ഇപ്പോൾ ഈ കേസിൽ വൈ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ഇതേ പോയിന്റിൽ എന്തുണ്ടാവും? ഈ വൈ ഡയറക്ഷനിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു tangent വരയ്ക്കാൻ പറ്റും. This point will be having a tangent. Actually tangents are there in every direction. So you take the y direction tangent, so that will be making an angle with the y axis. Y axis ആയിട്ട് അത് ഒരു ആംഗിൾ ഉണ്ടാക്കും.
ഈ കേസിൽ ഓൾമോസ്റ്റ് സീറോയുടെ വളരെ അടുത്തായിരിക്കും, കാരണം ഇത് രണ്ടും ഏകദേശം പാരലൽ പോലെ തോന്നുന്നുണ്ട്. എനിവേ, സോ വാട്ട് എവർ ബി ദറ്റ് ആംഗിൾ, ദ ടാൻ തീറ്റ ഈസ് കോൾഡ്. സോ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ആ വൈ ഡയറക്ഷനിൽ വരയ്ക്കുന്ന ആ ടാൻജന്റും വൈ ആക്സിസും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. സോ ദാറ്റ് ടാൻ തീറ്റ വിൽ ബി ഗിവിംഗ് യു എഫ് വൈ. സോ നമുക്കതിനെ വേണമെങ്കിൽ ഇതിങ്ങനെയാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇതും വൈ ആക്സിസ് തമ്മിലൊരു ആംഗിൾ ഫൈ ഉണ്ടാവും. ഫൈ എന്ന് പറഞ്ഞൊരു ആംഗിൾ വരികയാണെങ്കിൽ ടാൻ ഫൈ ഈസ് ഗിവിംഗ് യു ദ partial derivative value, or partial derivative value is actually giving you the slope of the tangent along the y direction. Okay, so നമ്മൾ പറഞ്ഞു the directional derivative is a generalization of the partial derivative. partial derivative നെ u ഡയറക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ, ഇത് partial derivative x ഡയറക്ഷൻ y ഡയറക്ഷൻ എടുക്കുമ്പോഴാണ്, സോറി, ഡെറിവേറ്റീവ് x ഡയറക്ഷനിലും y ഡയറക്ഷനിലും എടുക്കുമ്പോഴാണ് നമുക്ക് partial derivatives കിട്ടുന്നത്, fx ഉം fy ഉം കിട്ടുന്നത്. അതിന് വരെ നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും എന്തെടുക്കാം, ഈ ഡെറിവേറ്റീവ്സ് എടുക്കാം. ദാറ്റ് ആർ ദേ ആർ കോൾഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഡി യു എഫ് എന്ന് പറയുന്നത് നമുക്ക് ഏത് യുവിൻ്റെ ഡയറക്ഷനിലും എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പെർട്ടിക്കുലർ, ഇപ്പോൾ നമ്മൾ ഒരു യു ഡയറക്ഷൻ, ഇത് ഇവിടെ ഒരു യു ഡയറക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ യു ഡയറക്ഷനിൽ എന്തുണ്ടാവും, ഈ സർഫസിന് ഒരു സ്ലോപ്പ് ഉണ്ടാവും. ഇതാണ് ഈ ഡയറക്ഷൻ, ഒരു ടാൻജന്റ് ഉണ്ടാവും. അപ്പോൾ ആ ടാൻജന്റും ഈ യു ഡയറക്ഷനിലെ ആ പ്ലെയിനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ഇവിടെ ഒരു തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടാവും. അപ്പോൾ ആ ആംഗിളിന്റെ ടാൻ വാല്യൂ ആണ് എന്തായിട്ട് കിട്ടുക, ഡി യു എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ടിന്റെ വാല്യൂ ആയിട്ട് കിട്ടും. ഓക്കെ, സി അനദർ ഫിഗർ. ഇപ്പോൾ നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ കൂടെ ഒരുപാട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ആ സർഫസിന് സെയിം പോയിന്റിൽ കൂടെ ഒരുപാട് ഡയറക്ഷനിൽ ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. യു ഹാവ് ഇൻഫിനിറ്റ്ലി മെനി ടാൻജൻസ് ഡിഫൈൻഡ് അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ യൂണിറ്റ് വെക്ടർ ഏത് ഡയറക്ഷൻ ആണെന്ന് നോക്കുക. സപ്പോസ് നമ്മുടെ യൂണിറ്റ് വെക്ടർ യു എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആണെങ്കിൽ, ഈ പെർട്ടിക്കുലർ സ്ലോപ്പ്, ഈ പെർട്ടിക്കുലർ ടാൻജന്റ് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ. ആ ആംഗിളും, അതും എക്സ് വൈ പ്ലെയിനുമായിട്ടുള്ള ആ ആംഗിൾ തീറ്റ ആണെങ്കിൽ, ആ ടാൻ തീറ്റയുടെ വാല്യൂ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക, ഈ ഡി യു എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് കിട്ടും. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ്സ് ജസ്റ്റ് എ ജനറലൈസേഷൻ ഓഫ് ദി പാർഷ്യൽ ഡെറിവേറ്റീവ്. പാർഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് വരുന്ന എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുള്ള ടാൻജൻസിന്റെ സ്ലോപ്പ് ആണെങ്കിൽ, ഡി യു എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് യു ഡയറക്ഷനിലുള്ള ഒരു ടാൻജന്റ് ഉണ്ടാവും. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് തരിക. ഓക്കെ, that is what the geometry says. So duf at x naught y naught is giving you the slope of the surface in the u direction. The u direction ulla slope aanu therum. Okay. Now duf at x naught y naught is nothing but del f dot u, alle. So del f dot u is giving you, this is giving you the slope of the surface of f, slope of surface of the function f of xy in the u direction. Okay. Hope it is clear. So duf at x naught y naught is nothing but del f dot u. So that is giving you the slope in the direction of u, where u is the fixed vector along which we are taking the directional derivative. Okay. So നമ്മുടെ സർഫസ് ഇങ്ങനെയുള്ള ഒരു സർഫസ് ആണെന്ന് വിചാരിക്കും. ഇങ്ങനെയുള്ള ഒരു സർഫസ്, ഇതാണ് ഡൊമൈൻ. ആ ഡൊമൈൻ്റെ മേലെ സർഫസ് ഇങ്ങനെയുള്ളതെന്ന് വിചാരിക്കും. ഇങ്ങനെയുള്ള ഒരു സർഫസ് ആണെങ്കിൽ, ഇപ്പോൾ ഈ മീൻസ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് സർഫസ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ നമുക്ക് പല ഡയറക്ഷനിൽ സ്ലോപ്സ് കിട്ടും. ഈ ഡയറക്ഷനിൽ ടാൻജന്റ് ഉണ്ട്, ഈ ഡയറക്ഷനിൽ ടാൻജന്റ് ഉണ്ട്, ഈ ഡയറക്ഷനിൽ ടാൻജന്റ് ഉണ്ട്. ഓരോ ടാൻജന്റും എക്സ് വൈ പ്ലെയിനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ഇപ്പോൾ ഇത് എക്സ് വൈ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ, ആ ടാൻ തീറ്റയുടെ വാല്യൂ ആയിരിക്കും ഡി യു എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആയിട്ട് വരിക. where u is this particular direction, ഈ പെർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള u. അതാണ് ഈ റിസൾട്ട് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഓരോ ഡയറക്ഷനിലും ഓരോ സ്ലോപ്പ് ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ ഈ ഡയറക്ഷനിൽ സർഫസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് സർഫസ് എന്നുണ്ടെങ്കിൽ, നമ്മൾ സേ ദിസ് ഇസ് ദ സർഫസ്. സോ ദാറ്റ് മീൻസ് ഈ പോയിന്റിൽ ഉണ്ടാവുന്ന, ഈ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന സ്ലോപ്പ് എന്ന് പറയുന്നതും ഈ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഡയറക്ഷനിലെ സ്ലോപ്പ് ചെറുതാണ്, പ്ലസ് ഈ ഡയറക്ഷന് എന്തുണ്ട്, ഒരു തീറ്റ എന്ന് പറയുന്നത് കൂടുതലാണ്. ഇവിടെ തീറ്റ ഓൾമോസ്റ്റ് 0 ആണ്. ഓരോ പോയിന്റിൽ ഓരോ സ്ലോപ്പാണ്, ഒരേ പോയിന്റിൽ ഓരോ ഡയറക്ഷനിൽ ഓരോ സ്ലോപ്പാണ് ഉണ്ടാകുക. സോ ദ സ്ലോപ്പ് ഡിഫേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദ ഡയറക്ഷൻ വിച്ച് വി ടേക്ക് യു. യുവിൻ്റെ ഡയറക്ഷൻ ഏതാണോ അതിനനുസരിച്ച് സ്ലോപ്പ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ, അപ്പോൾ ഈ സ്ലോപ്പിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനാണോ നമ്മൾ നോക്കുന്നത്, ആ ഡയറക്ഷനിൽ എത്ര സ്റ്റീപ്പായിട്ടാണ് സർഫസ് കിടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡാണ് ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു കർവ് എടുത്തു കഴിഞ്ഞാൽ, ആ കർവിന് നമ്മളൊരു വൺ വേരിയബിൾ കേസിൽ നമ്മൾ ഈ കർവിൻ്റെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ,
ആ പോയിന്റിന്റെ ഒരു സിംഗിൾ ടാൻജന്റേ ഉണ്ടാവുള്ളൂ, കാരണം കർവ് ആയതുകൊണ്ട്. പക്ഷെ സർഫസ് എടുക്കുമ്പോൾ ഒരുപാട് ടാൻജൻസ് വരും, ഒരേ പോയിന്റിൽ തന്നെ ഇൻഫിനിറ്റ്ലി മെനി ടാൻജൻസ് വരും. ഓക്കെ, അപ്പോൾ ഒരു കർവിന് ഒരു പോയിന്റിൽ ഒരു സിംഗിൾ ടാൻജന്റേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് സ്ലോപ്പ് ഫിക്സഡ് ആയിരിക്കും, ഒരു യുണീക്ക് സ്ലോപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സ്ലോപ്പാണ് ഈ ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് തരുന്നത്. ഓക്കെ, വേറെ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ആണ്. അപ്പോൾ അതിന് ഒരുപാട് ഡയറക്ഷനിൽ ടാൻജൻസ് ഉണ്ടാവും, അപ്പോൾ സ്ലോപ്സും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഒരു പോയിന്റിൽ സ്ലോപ്പ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ സ്ലോപ്പ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഡയറക്ഷനിലാണ് കൂടുതൽ ചെരിവുള്ളത്, സർഫസിന്റെ ചെരിവ് നമ്മുടെ ആ പെർട്ടിക്കുലർ ഡയറക്ഷനിൽ കൂടുതലാണെന്നും. ഒരു ഡയറക്ഷനിൽ സ്ലോപ്പ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഡയറക്ഷനിൽ നമ്മൾ വാക്ക് ചെയ്യുകയാണെങ്കിൽ യു ഡോണ്ട് ഫീൽ ടയേർഡ്, കാരണം സ്ലോപ്പ് ഉണ്ടാകുമ്പോൾ എപ്പോഴും എന്തുണ്ടാവും, സ്ലോപ്പ് കൂടുന്നതനുസരിച്ച് നമുക്ക് എഫേർട്ട് കൂടുതൽ എടുക്കേണ്ടി വരും അല്ലേ. ഇപ്പം നമ്മളൊരു ഹില്ലിൽ കയറുവാണെങ്കിൽ, നമ്മൾ സ്റ്റീപ്പ് ആയിട്ടുള്ള ഹില്ലാണെങ്കിൽ നമ്മൾ ഈ ഡയറക്ഷനിൽ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വിൽ ഫീൽ ടയേർഡ്, ബിക്കോസ് ഈ ഡയറക്ഷനിൽ കയറ്റം കൂടുതലാണ്. വേറെ നമ്മൾ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നടക്കാൻ പറ്റും, കാരണം ഈ ഡയറക്ഷനിലെ ടാൻജന്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് വൈ പ്ലെയിന് ഓൾമോസ്റ്റ് പാരലൽ ആണ്, എക്സ് വൈ പ്ലെയിന് പാരലൽ ആണ്. വേറെ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാവും, ഈ ഒരു ആംഗിൾ ഈ തീറ്റയാണ് ഇവിടെ തീറ്റ ആയിട്ട് വരുന്നത്. സോ തീറ്റ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. തീറ്റ കൂടുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കേണ്ട എഫേർട്ട് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ താഴേക്കാണ് വരുന്നതെങ്കിൽ എഫേർട്ട് കുറവായിരിക്കും. ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്ക് എഫേർട്ട് നില്ലായിരിക്കും, അതായത് നില്ലല്ല സ്റ്റിൽ. വാക്കിങ്ങിന് എപ്പോഴും ഒരു എഫേർട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞത് താഴേക്ക് വീഴുവാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഒരിക്കലും ഈ ഡയറക്ഷനിൽ വീഴില്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫോളിങ് ഇൻ ദിസ് ഡയറക്ഷൻ. നെഗറ്റീവ് സ്ലോപ്പ് വരുന്ന സ്ഥലത്തേക്കാണ് എപ്പോഴും. ഇവിടെ നമ്മളൊരു ബോൾ വെച്ച് കഴിഞ്ഞാൽ ആ ബോൾ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അത് വീഴുക ഈ ഡയറക്ഷനാണോ ഈ ഡയറക്ഷനാണോ ഈ ഡയറക്ഷനാണോ അല്ലെങ്കിൽ ഈ ഡയറക്ഷനാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ആ പോയിന്റിലുള്ള സ്ലോപ്പ് ഏത് ഡയറക്ഷനിലാണ് നെഗറ്റീവ് വാല്യൂ കൂടുതൽ വരുന്നത് നോക്കിയിട്ടാണ്. ഈ ഡയറക്ഷനാണ് നെഗറ്റീവ് വാല്യൂ കൂടുതലെങ്കിൽ ആ ബോൾ താഴേക്ക് വീഴുക ഈ പാത്ത് കൂടി ആയിരിക്കും വീഴുക. അഥവാ ഈ സൈഡിലാണ് സ്ലോപ്പ് ഏറ്റവും കുറവ്, ഏറ്റവും നെഗറ്റീവായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും ആ ബോൾ താഴേക്ക് വരിക. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ലോപ്പ്. സ്ലോപ്പ് വാരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ പോയിന്റിലുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ അസെന്റ് ഡിസെന്റ് ഒക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. സർഫസ് എത്രത്തോളം ബെൻഡഡ് ആണെന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഈ സ്ലോപ്പിന്റെ ഒരു ജിയോമെട്രിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആ സർഫസിന് ഈ ഒരു പോയിന്റിൽ ഒരേ പോയിന്റിൽ പല ഡയറക്ഷനിൽ നമുക്ക് ടാൻജൻസ് കിട്ടും, അല്ലെങ്കിൽ പല സ്ലോപ്പുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ള വാല്യൂ ഉള്ള ഡയറക്ഷനിലായിരിക്കും ഏറ്റവും സ്റ്റീപ്പായിട്ടുള്ള കയറ്റം വരുന്നത്. അതേപോലെ ഏറ്റവും നെഗറ്റീവ് വാല്യൂവിലായിരിക്കും ഏറ്റവും സ്റ്റീപ്പായിട്ടുള്ള ഡിസെൻഡ് ഉണ്ടാകുന്നത്, ഇറക്കം ഉണ്ടാകുന്നത്. സ്ലോപ്പ് നില്ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഡയറക്ഷനിൽ നമ്മൾ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോട്ട് ഗോയിങ് ടു ബി എനി അസെന്റ് ഓർ ഡിസെന്റ്, നമ്മളൊരു പാരലൽ ഇതിൽ നടക്കുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, സോ വി ആർ ട്രൈങ് ടു ഫൈൻഡ് ദി മാക്സിമം സ്ലോപ്പ് ആൻഡ് മിനിമം സ്ലോപ്പ്.